ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ബഹാവൽപൂരിൽ ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപും ശേഷവുമുള്ള അവസ്ഥയാണ്. ഈ പറയുന്ന മേഖലയാണ് ബഹാവൽപൂരിലെ തീവ്രവാദ കേന്ദ്രം. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ മിസൈലുകൾ പൊളിച്ച ദൃശ്യങ്ങൾ. അത് മുമ്പ് ഉള്ള ദൃശ്യങ്ങളും അത് കഴിഞ്ഞുള്ള ശേഷങ്ങളും അറിയാം. ബഹാവൽപൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടുത്തെ വലിയ ഭീകരവാദ പരിശീലന കേന്ദ്രം, ജംഗിൾ വാർഫെയർ അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റത്തിന് ഭീകരവാദികളെ പറഞ്ഞുവിടുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒന്നാണ് ബഹാവൽപൂർ. അവിടെയാണ് മസൂദ് അസറിൻ്റെ ജന്മസ്ഥലം, അവിടെയാണ് മസൂദ് അസറിൻ്റെ വീട് അടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ആ ബഹാവൽപൂരിലെ ആ ദൃശ്യങ്ങളാണ് മുമ്പും ശേഷമുള്ള വീടുകൾ. നേരത്തെ മുരുട്കയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വിനിത വിജി കൂടിച്ചേരുന്നു. വിനിത, സർവകക്ഷി യോഗം അവസാനിച്ചോ? സർവകക്ഷി യോഗത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശം തന്നെയല്ലേ എല്ലാവരും മുന്നോട്ട് വെക്കുന്നത്? അതിനുശേഷം ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമോ വിനിത? ഹാഷ്മി, സർവകക്ഷി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് അല്പസമയത്തിനകം അവസാനിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം കേന്ദ്രമന്ത്രിമാർ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നോട്ട് നിൽക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദേശം. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ. ആ പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള വിവാദ പ്രസ്താവനകളോ ഒന്നും നടത്തേണ്ട സമയമല്ല ഇതെന്ന് ഒരുപക്ഷെ വളരെ നന്നായി തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനും ഒപ്പം പ്രധാനമന്ത്രിക്കുമൊക്കെ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ചില നിർദ്ദേശങ്ങളടക്കം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിലെ സ്ഥിതിഗതികൾ എന്താണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ നീക്കങ്ങൾ നടത്തിയത്, ഒപ്പം അവിടുത്തെ നിലവിലെ സ്ഥിതിഗതികൾ എന്താണ്, ഇതിനോടകം സ്വീകരിച്ച നടപടിക്രമങ്ങൾ എങ്ങനെ തുടങ്ങി കഴിഞ്ഞ 36 മണിക്കൂറിലെ സ്ഥിതിഗതികളെ പറ്റി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗത്തിൽ സംസാരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സൈനിക നടപടികളും സൈനിക നീക്കങ്ങളും ഈ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയായിരുന്നു നടപ്പിലാക്കിയത്, ഈ 9 ഭീകര കേന്ദ്രങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നിഷ്പ്രഭമാക്കിയത് തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുക്കുകയാണ്. വിദേശകാര്യമന്ത്രി അദ്ദേഹം നേരത്തെ തന്നെ ഈ വിദേശകാര്യമന്ത്രി മറ്റ് ലോകരാജ്യങ്ങളുമൊക്കെയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം മറ്റ് ലോകരാജ്യങ്ങളിലെ ഉന്നത നേതാക്കളുമൊക്കെയായി സംസാരിക്കുകയും ഒപ്പം ഈ ഭീകരതയ്ക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളും ഇനി ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമെല്ലാം ഈ യോഗത്തിൽ ചർച്ചയായെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം നേതാക്കൾ യോഗം ഏതാണ്ട് അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ജോൺ ബ്രിട്ടാസ് എംപി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാവുന്നതുമാണ്. ഇങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ അവരുടെ നിർദ്ദേശങ്ങളടക്കം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ പൂഞ്ചിലൊക്കെ ഉണ്ടായ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പൂഞ്ചിലക്കടക്കം ഉണ്ടായ ഒരു പ്രകോപനമുണ്ട്, ഷെല്ലാക്രമണമുണ്ട്. ഇതിലൊക്കെ വലിയ ആശങ്കയാണ് ആ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സുരക്ഷയടക്കം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഭീകരതയ്ക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശവും കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ അറിയിച്ചിരിക്കുകയാണ്. ഹാഷ്മി, വിനിത വിജയാണ് സർവകക്ഷി യോഗത്തിന്റെ വിവരങ്ങൾ നൽകിയത്.